സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് കപ്പാസിറ്റർ പോയതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കപ്പാസിറ്ററിന്റെ വാല്യൂ ഫാരഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ വോൾട്ടേജ്, ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ ബീപ്പ് റേഞ്ച്, അങ്ങനെയുള്ള AC വോൾട്ടേജ്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ എവിടെയും ഈ ഫാരഡിന്റെ ഒരു യൂണിറ്റ് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മീറ്റർ വെച്ച് കപ്പാസിറ്ററിന്റെ വാല്യൂ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് എത്ര ഫാരഡിന്റെ ആണ് കപ്പാസിറ്റർ, അതായത് കപ്പാസിറ്ററിന്റെ വാല്യൂ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. കപ്പാസിറ്റർ ഫാൾട്ട് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു ബോർഡിലോ, ഒരു മൊബൈലിന്റെ മദർ ബോർഡിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ മദർ ബോർഡിൽ കപ്പാസിറ്റർ പോയതാണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് സിമ്പിളാണ്. മൾട്ടിമീറ്റർ ഇവിടെ വയ്ക്കുക, എന്നിട്ട് ഈ ബീപ്പ് റേഞ്ചിലേക്ക് ഇത് സെറ്റ് ചെയ്യുക. ബീപ്പ് റേഞ്ചിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ബോർഡ് എടുത്തേച്ച് ബോർഡിന്റെ നെഗറ്റീവ് പ്രോബിൽ നമ്മൾ ഈ റെഡ് വയർ വയ്ക്കുക. എന്നിട്ട് ഈ പ്രോബ് വെച്ച്, ബ്ലാക്ക് കളർ പ്രോബ് വെച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ബോർഡിലെ ഗ്രൗണ്ടിൽ ഇത് വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കപ്പാസിറ്ററിന്റെ ഒരു സൈഡിൽ നമ്മളിങ്ങനെ മുട്ടിച്ചു നോക്കുക. ഒരു സൈഡിൽ ബീപ്പ് അടിക്കും, ഒരു സൈഡിൽ വാല്യൂ കാണിക്കും. മനസ്സിലായോ? ഏത് കപ്പാസിറ്ററിന്റെ വർക്കിംഗ് കപ്പാസിറ്റർ ആണെന്ന രീതിയിൽ ഏത് കപ്പാസിറ്ററിന്റെ എടുത്ത് വെച്ചാലും ഒരു സൈഡിൽ വാല്യൂ കാണിക്കും, മറ്റേ സൈഡിൽ ബീപ്പ് അടിക്കും. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇതിന്റെ ഈ സൈഡിൽ വെച്ച് ബീപ്പ് അടിക്കുകയാണ്, അപ്പുറത്തെ സൈഡിലും വെച്ച് ബീപ്പ് അടിക്കുകയാണെന്നൊരു ആ കപ്പാസിറ്റർ ഷോർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും നമ്മൾ കപ്പാസിറ്റർ പുറത്ത് വെച്ച് ചെക്ക് ചെയ്താൽ അതിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ രണ്ട് സൈഡിലേക്ക് ബീപ്പ് അടിക്കുകയാണെന്നൊരു നിങ്ങൾ ഈ കപ്പാസിറ്റർ എടുത്ത് പുറത്ത് വെച്ച് നോക്കണം, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഏതെങ്കിലും സർക്യൂട്ടുകളിൽ IC ആണ് വെച്ചിരിക്കുന്നത്, IC ഷോർട്ട് ആണെങ്കിൽ ഈ കപ്പാസിറ്റർ ഷോർട്ടിങ് കാണിക്കും. നമുക്ക് പുറത്ത് വെച്ച് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഈ കപ്പാസിറ്ററിന്റെ ആണോ, അല്ലെങ്കിൽ ഈ ഇതിന് പാരലായിട്ട് കൊടുത്തേക്കുന്ന ഏതെങ്കിലും കപ്പാസിറ്റർ ഷോർട്ട് ആയാൽ ഇതിൽ രണ്ട് സൈഡിലും ബീപ്പ് കാണിക്കും. അപ്പൊ നമുക്ക് ഏത് ഏരിയയാണ് ഇതിന്റെ ഷോർട്ട് അയക്കുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ കപ്പാസിറ്റർ രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററും ഒന്ന് സെറാമിക് കപ്പാസിറ്ററും. അപ്പോൾ സെറാമിക് ഇങ്ങനെ ഇരിക്കും. ഇലക്ട്രോലൈറ്റിക് ഇപ്പൊ അധികം അങ്ങനെ ഉപയോഗിക്കുന്നില്ല മൊബൈൽ മദർ ബോർഡുകളിൽ. സെറാമിക് കപ്പാസിറ്ററുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് പൊളാരിറ്റി ഇല്ലാത്ത കപ്പാസിറ്ററുകളാണ് നോൺ പോളാർ കപ്പാസിറ്ററുകൾ എന്ന് പറയും. പൊളാരിറ്റി ഇല്ല, പോസിറ്റീവും നെഗറ്റീവും ഇല്ല. പക്ഷെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾക്ക് കറക്റ്റായിട്ട് പൊളാരിറ്റി ഉണ്ട്. ആ പൊളാരിറ്റി നോക്കി തന്നെ വെക്കണം. അത് തിരിഞ്ഞു പോയാൽ പ്രശ്നമാണ്. നമ്മൾ എടുത്തേച്ച് തിരിച്ചു വെക്കുമ്പോൾ തിരിഞ്ഞു പോയാൽ പ്രശ്നമാണ്. നോൺ പോളാർ കപ്പാസിറ്ററുകൾ, അതായത് സെറാമിക് കപ്പാസിറ്ററുകൾക്ക് ഈ പറയുന്ന വിഷയമില്ല, പൊളാരിറ്റിയുടെ വിഷയം വരുന്നില്ല. അപ്പൊ നമുക്ക് വേറൊരു ബോർഡ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ബോർഡ് നമ്മൾ ഇതിന് കൂൾ ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഈ ബോർഡ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ, അതായത് ബോർഡിന്റെ ഗ്രൗണ്ടിൽ പോസിറ്റീവ് പ്രോബ് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓരോ കപ്പാസിറ്ററിലും ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ വാല്യൂ കാണിക്കണം, ഒരു സൈഡിൽ ബീപ്പ് കാണിക്കണം. അഥവാ രണ്ട് സൈഡിലോട്ടും ബീപ്പാണ് കാണിക്കുന്നതെങ്കിൽ ആ സെക്ഷൻ ഷോർട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ഒരു കപ്പാസിറ്ററിൽ ഇങ്ങനെ കാണിച്ചെന്നും വിചാരിച്ചുകൊണ്ട് ഇപ്പം രണ്ട് സൈഡിലേക്കും ബീപ്പ് കാണിക്കുന്നു എന്നും വിചാരിച്ചുകൊണ്ട് ഈ കപ്പാസിറ്റർ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഈ സർക്യൂട്ട് ലൈനിൽ ഏതെങ്കിലും കപ്പാസിറ്ററോ ICയോ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ഷോർട്ട് ആയതായിരിക്കും. അത് ഏതാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക. പിന്നെ കപ്പാസിറ്റർ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് കപ്പാസിറ്റർ റിമൂവ് ചെയ്യാം എന്നതാണ്. കപ്പാസിറ്റർ റിമൂവ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും ഇച്ചിരിയും കൂടെ അത് വ്യക്തമായിട്ട് പറഞ്ഞാൽ കപ്പാസിറ്റർ റിമൂവ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സെയിം കപ്പാസിറ്റർ തന്നെ ഇട്ട് കൊടുക്കുമായിരിക്കും ഇച്ചിരിയും കൂടെ നല്ലത്. അതായത് ഇപ്പൊ പവർ ICയിലേക്ക് പോകുന്ന ഒരു ലൈനാണെങ്കിൽ, ഒരു ലൈനാണ് അതിലിടയ്ക്ക് ഫിൽട്ടർ ചെയ്യാൻ വെച്ചേക്കുന്ന ഈ കപ്പാസിറ്ററാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ
ഈ മൊബൈൽ ഒരു വർഷം വർക്ക് ചെയ്യേണ്ടതായിരിക്കും, സ്വയമേ ഇത് ഒരു വർഷം വർക്ക് ചെയ്യേണ്ടതാണെന്നൊരു ഇതിൻ്റെ ഈ ഫിൽറ്ററിങ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു 4 മാസം കൊണ്ട് കംപ്ലൈൻ്റ് ആയിട്ട് കസ്റ്റമർ റിട്ടേൺ കൊണ്ടുവരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റർ മാക്സിമം നമ്മൾ എടുക്കുന്ന കപ്പാസിറ്റർ എടുത്ത് കളയാതാണ്ട് തിരിച്ചു തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഡിവൈസ് വെച്ച്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ വെച്ച് ഒരു കാരണവശാലും നമുക്ക് കപ്പാസിറ്ററിന്റെ വാല്യൂ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കതിൻ്റെ അത്രയും ആവശ്യകതയില്ല. കപ്പാസിറ്ററിന്റെ വാല്യൂ ചെക്ക് ചെയ്യേണ്ട ആവശ്യം മൊബൈൽ റിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് കപ്പാസിറ്റർ ഷോർട്ടിങ് ഉണ്ടോ എന്ന് മാത്രമാണ് അറിയേണ്ടത്. ഷോർട്ടിങ് ഉണ്ടോയെന്ന് അറിയാനായിട്ട് അതിൻ്റെ 2 പോളുകളിലും നമ്മളിങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഒരു സൈഡിൽ ബീപ്പ് കാണിക്കണം, ഒരു സൈഡിൽ റീഡിങ് കാണിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്നതിലും ഡൗട്ടുള്ളവർ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.